എന്തൊക്കെ മാറ്റം എന്ന് ചോദിച്ചു. ഈ കമ്മ്യൂണിറ്റീസിനെ പോലും നമ്മളിന്ന് ഡെവലപ്മെന്റ് എന്നാ പറയുന്നത്. അല്ല, മനസ്സിലായി. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു കാര്യത്തോട് പ്രതികരിക്കാനേ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ടാണ് അൾട്ടിമേറ്റ് പവർ, നമ്മൾ അൾട്ടിമേറ്റ് കറപ്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാണ് എല്ലാം കൂടെ. നമ്മുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. നമ്മൾ അത് നാളെ എന്നോടായി ഞാൻ എപ്പോഴും പറയാറ്, പെർഫോമൻസ് നോക്കണം, നാടിന് ഗുണം ഉണ്ടാകും. എല്ലാത്തിലും എന്തിനാ നമ്മൾ കയറുന്നത്? നമ്മളുടെ ഒരു ബേസിക് കാര്യം പോലും നേടിത്തരാൻ പറ്റുന്നില്ല. അവരെ അപ്പം പുറത്താക്കണം. അപ്പൊ നാളെ ഒരവസരം എനിക്ക് തന്നു, ഞാൻ പെർഫോം ചെയ്തില്ലെങ്കിൽ എന്നെയും പുറത്താക്കണം. അപ്പോഴാണ് റിയൽ ഡെമോക്രസി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളൊരു മാറ്റത്തിന് വേണ്ടി സഹായിക്കും. അധികാരം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തു തരാം. 150% പുറത്താക്കും. ആ ഒരു നമ്മുടെ തലമുറ അത് ചോദ്യം ചെയ്യുന്നതാണ് നമ്മുടെ പരാതി. അതുകൊണ്ട് നമ്മൾ പുതിയ തലമുറയോടെങ്കിലും രാഷ്ട്രീയം എന്തോട്ടെ, നാടിന് നന്മ ചെയ്യാത്തവരെ മാറ്റിക്കളയും. അത് റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്. അപ്പോഴേ ഡെമോക്രസി ഉണ്ടാവും, അല്ലേ? അപ്പൊ ആ പോളിസിക്കാരനാണ് ഞാൻ. നാളെ എന്നോടും ഒരു മമതയും കാണിക്കുന്നത്. എന്ത് ചെയ്തു, എന്തായിരുന്നു നിലപാട്, അപ്പോഴാണ് നമ്മൾ ഈ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അവകാശികൾ എന്ന് പറയില്ല. അത് റിയൽ നടക്കുന്ന ഇപ്പോഴാണ്. വളരെ ഗൗരവത്തോടെ വേണം തെരഞ്ഞെടുപ്പിന്.